എക്സലന്റ് ക്യാറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന 10 എക്സൽ ഫംഗ്ഷനുകളെക്കുറിച്ചാണ് അഥവാ 10 എക്സൽ ഫോർമുലകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. മൈക്രോസോഫ്റ്റിൻ്റെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന 10 എക്സൽ ഫംഗ്ഷൻസ് അഥവാ 10 എക്സൽ ഫോർമുലകൾ ഇവയൊക്കെയാണ്: സം, ഇഫ്, ലുക്കപ്പ്, വി ലുക്കപ്പ്, മാച്ച്, ചൂസ്, ഡേറ്റ്, ഡേയ്സ്, ഫൈൻഡ് ആൻഡ് ഇൻഡെക്സ്. ഇനി 10 എക്സൽ ഫംഗ്ഷനുകൾ എങ്ങനെയൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ആദ്യത്തേത് സം ഫംഗ്ഷൻ. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ആകെത്തുക കണ്ടെത്താനാണ് സം ഫംഗ്ഷൻ ഉപയോഗിക്കുക. സം ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. ഫംഗ്ഷനുള്ളിൽ നമ്പർ 1, നമ്പർ 2 എന്നിങ്ങനെ ആർഗ്യുമെൻറ്റുകൾ. ഈ നമ്പർ 1, നമ്പർ 2 എന്ന ആർഗ്യുമെൻറ്റുകൾ ഒന്നുകിൽ 5, 10, 15 എന്ന പോലെ ഇൻഡിവിജ്വൽ വാല്യൂസ് ആകാം. അതല്ലെങ്കിൽ A1, D5, F58 എന്ന പോലെ സെൽ റെഫറൻസുകളാകാം. അതുമല്ലെങ്കിൽ B5 to K20 എന്ന പോലെ റേഞ്ച് റെഫറൻസുകളുമാകാം. ഇനി സം ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഉദാഹരണത്തിന് 3 ഇൻഡിവിജ്വൽ വാല്യൂസ് 10, 30, 15 എന്നിങ്ങനെ 3 ഇൻഡിവിജ്വൽ വാല്യൂസിൻ്റെ സം കണ്ടെത്താനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ സം ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സം ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് നമ്പർ 1, ഒന്നാമത്തെ സംഖ്യ ടൈപ്പ് ചെയ്ത് കൊടുക്കുക 10, കോമ നമ്പർ 2 എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്, രണ്ടാമത്തെ സംഖ്യ ടൈപ്പ് ചെയ്ത് കൊടുക്കുക 30, കോമ നമ്പർ 3 എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്, മൂന്നാമത്തെ സംഖ്യ ടൈപ്പ് ചെയ്ത് കൊടുക്കുക 15. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ 55 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. അതായത് 10, 30, 15 എന്നീ സംഖ്യകളുടെ ആകെത്തുക 55 ഇനി സം ഫംഗ്ഷനുള്ളിൽ ഏതെങ്കിലും ഒരു സംഖ്യ ഞാൻ ചേഞ്ച് ചെയ്താൽ, ഉദാഹരണത്തിന് 30നെ 100 ആക്കിയാൽ അതിനനുസരിച്ച് ഫംഗ്ഷൻ അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ ഫംഗ്ഷനുള്ളിൽ നമ്മൾ ഇൻഡിവിജ്വൽ വാല്യൂസ് ആണ് കൊടുത്തത്. ഇനി സെൽ റെഫറൻസുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ കാണുന്ന 3 സെല്ലുകളിലുള്ള, അതായത് E10, G10, I10 എന്നിങ്ങനെ 3 സെല്ലുകളിലുള്ള തുകകളുടെ ആകെ തുക കണ്ടെത്താൻ സം ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ സം ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്പർ 1 എന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റിൻ്റെ സ്ഥാനത്ത് ഒന്നാമത്തെ സെല്ല് സെലക്ട് ചെയ്യുക, കോമ നമ്പർ 2 എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്, രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്യുക, കോമ നമ്പർ 3 എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്, മൂന്നാമത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ കാണുന്ന 3 സെല്ലുകളിലുള്ള തുകകളുടെ ആകെത്തുക സം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്താൽ ഈ കാണുന്ന സെല്ലുകളിലുള്ള തുകകളുടെ ആകെത്തുക സം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ഇനി സം ഫംഗ്ഷനുള്ളിൽ ഒരു റേഞ്ച് റെഫറൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ കാണുന്ന 25 സെല്ലുകളിലുള്ള സംഖ്യകളുടെ ആകെത്തുക ഒരൊറ്റ സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ സം ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ കാണുന്ന E10 തുടങ്ങി I14 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന സെല്ലുകളിലുള്ള സംഖ്യകളുടെ ആകെത്തുക സം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. ഇനി ഈ കാണുന്ന സെല്ലുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു വാല്യൂ എൻ്റർ ചെയ്താൽ അതിനനുസരിച്ച് ഫംഗ്ഷൻ അപ്ഡേറ്റ് ചെയ്യും. ഇഫ് ഫംഗ്ഷൻ. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നൊരു കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ എന്നതിനനുസരിച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന 2 വാല്യൂസിൽ ഏതെങ്കിലും ഒന്ന് റിട്ടേൺ ചെയ്യാനാണ് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇഫ് ഫംഗ്ഷൻ സിൻടാക്സ് ഇതാണ്. ഫംഗ്ഷനുള്ളിൽ ലോജിക്കൽ ടെസ്റ്റ്, വാല്യൂ ഇഫ് ട്രൂ, വാല്യൂ ഇഫ് ഫോൾസ് എന്നിങ്ങനെ 3 ആർഗ്യുമെൻറ്റുകൾ. ഇനി ഇഫ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ കാണുന്ന D10 എന്ന സെല്ലിലുള്ള സംഖ്യ 50 എന്ന സംഖ്യയേക്കാൾ വലുതാണെങ്കിൽ യെസ് എന്നും അല്ല എങ്കിൽ നോ എന്നും റിട്ടേൺ ചെയ്യാൻ ഇഫ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ ഇഫ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ്. D10 എന്ന സെല്ലുള്ള സംഖ്യ 50 എന്ന സംഖ്യയേക്കാൾ വലുതാണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. D10 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. ഗ്രേറ്റർ ദാൻ 50. D10 ഗ്രേറ്റർ ദാൻ 50 ഇതാണ് ഇവിടുത്തെ ലോജിക്കൽ ടെസ്റ്റ് അഥവാ ചെക്ക് ചെയ്യേണ്ടുന്ന കണ്ടീഷൻ. കോമ വാല്യൂ ഇഫ് ട്രൂ. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ.
D10 എന്ന സെല്ലിലുള്ള വാല്യൂ 50 എന്ന സംഖ്യയേക്കാൾ വലുതാണെങ്കിൽ യെസ് എന്ന് റിട്ടേൺ ചെയ്യാൻ ഡബിൾ കോട്ട്സിനുള്ളിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കോമ വാല്യൂ ഇഫ് ഫോൾസ്. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ തെറ്റാണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. D10 എന്ന സെല്ലിലുള്ള വാല്യൂ 50നേക്കാൾ വലുതല്ല എങ്കിൽ നോ എന്ന് റിട്ടേൺ ചെയ്യാൻ ഡബിൾ കോട്ട്സിനുള്ളിൽ നോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ നോ എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു, കാരണം D10 എന്ന സെല്ലിലുള്ള 30 എന്ന സംഖ്യ 50നേക്കാൾ ചെറുതാണ്. ഇനി D10 എന്ന സെല്ലിൽ 50നേക്കാൾ വലിയൊരു വാല്യൂ ഞാൻ ഉപയോഗിച്ചാൽ, ഉദാഹരണത്തിന് 60, ഫംഗ്ഷൻ എസ് എന്നാവും റിട്ടേൺ ചെയ്യുക. വീണ്ടും 50 എന്ന സംഖ്യയേക്കാൾ ചെറിയൊരു വാല്യൂ ഞാൻ ഉപയോഗിക്കുന്നു, 40, ഫംഗ്ഷൻ നോ എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. ഈ ഫംഗ്ഷനുള്ളിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആർഗ്യുമെൻ്റ് സ്ഥാനത്ത് എസ് എന്നും നോ എന്നതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള എന്ത് വാല്യൂ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ഫംഗ്ഷൻ്റെ വളരെ പ്രാക്ടിക്കലായിട്ടൊരു ഉദാഹരണം നോക്കാം. ഈ കാണുന്ന കാൻഡിഡേറ്റ്സ് ഒരു പർട്ടിക്കുലർ എക്സാമിന് നേടിയ മാർക്കുകളാണിവ. 40 അല്ലെങ്കിൽ അതിലധികമോ മാർക്ക് നേടിയവരെയാണ് പാസ്സായതായിട്ട് കണക്കാക്കുക. ഇനി ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്ന കാൻഡിഡേറ്റ്സ് ഓരോരുത്തരും പാസ്സായോ ഫെയിലായോ എന്നത് ഈ കാണുന്ന സെല്ലുകളിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ജോൺ എന്ന ഈ ഒരു കാൻഡിഡേറ്റ് നേടിയ മാർക്ക് പാസ് മാർക്കുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ജോൺ എന്ന കാൻഡിഡേറ്റ് പാസ്സായോ ഫെയിലായോ എന്നത് ഈ ഒരു സെല്ലിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ഇഫ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ലോജിക്കൽ ടെസ്റ്റ്. G10 എന്ന സെല്ലിലുള്ള ജോൺ എന്ന കാൻഡിഡേറ്റിൻ്റെ മാർക്ക് D10 എന്ന സെല്ലിലുള്ള പാസ് മാർക്കിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ G10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു D10. G10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു D10. ഇതാണ് ഇവിടുത്തെ ലോജിക്കൽ ടെസ്റ്റ് അഥവാ കണ്ടീഷൻ. കോമ വാല്യൂ ഇഫ് ട്രൂ. നമ്മളോട് സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ ശരിയാണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. G10 എന്ന സെല്ലിലുള്ള വാല്യൂ പാസ് മാർക്കിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആണെങ്കിൽ പാസ് എന്ന വാല്യൂ റിട്ടേൺ ചെയ്യാൻ ഡബിൾ കോട്ട്സിനുള്ളിൽ പാസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡബിൾ കോട്ട്സ്, കോമ വാല്യൂ ഇഫ് ഫോൾസ്. നമ്മളോട് സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. അതായത് G10 എന്ന സെല്ലുള്ള വാല്യൂ പാസ് മാർക്കിനേക്കാൾ കുറവാണെങ്കിൽ ഫെയിൽ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യാൻ ഡബിൾ കോട്ട്സിനുള്ളിൽ ഫെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ പാസ് എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു, കാരണം ജോൺ എന്ന കാൻഡിഡേറ്റിൻ്റെ 45 എന്ന മാർക്ക് 40 എന്ന പാസ് മാർക്കിനേക്കാൾ കൂടുതലാണ്. ഇനി പാസ് മാർക്ക് നമ്മൾ 50 ആക്കിയാൽ ഫംഗ്ഷൻ ഫെയിൽ എന്നാവും റിട്ടേൺ ചെയ്യുക, കാരണം 45 എന്ന മാർക്ക് പാസ് മാർക്കായ 50നേക്കാൾ കുറവാണ്. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫോമുലയിലെ D10 എന്ന സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റുക. അതിനുവേണ്ടി D10 എന്ന സെൽ റെഫറൻസ് സെലക്ട് ചെയ്യുക, F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുക. ഇവിടെയുള്ള കാൻഡിഡേറ്റ് ഓരോരുത്തരും പാസ്സായോ ഫെയിലായോ എന്നത് ഈ ഫംഗ്ഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. കണ്ടീഷണൽ ഫോമാറ്റിംഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഈക്വൽ ടു പാസ്. ചൂസ് ഫംഗ്ഷൻ. ഒന്നോ ഒന്നിലധികമോ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലിസ്റ്റിൽ നിന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന പൊസിഷനിലുള്ള വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് ചൂസ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ചൂസ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. ഫംഗ്ഷനുള്ളിൽ ഇൻഡെക്സ് നമ്പർ, വാല്യൂ 1, വാല്യൂ 2 എന്നിങ്ങനെ ആർഗ്യുമെൻറ്റുകൾ. ഏത് പൊസിഷനിൽ നിന്നാണോ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത് ആ പൊസിഷനാണ് ഇൻഡെക്സ് നമ്പർ എന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ്. ലിസ്റ്റിലെ ഒന്നാമത്തെ ഐറ്റമാണ് വാല്യൂ 1, രണ്ടാമത്തെ ഐറ്റം വാല്യൂ 2. ഇങ്ങനെ 254 ആർഗ്യുമെൻറ്റുകൾ വരെ ചൂസ് ഫംഗ്ഷനുള്ളിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി ചൂസ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. കുറച്ച് കളറുകളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു ലിസ്റ്റിൽ നിന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന പൊസിഷനിലുള്ള കളറിൻ്റെ പേര് റിട്ടേൺ ചെയ്യാനായിട്ട്, ഉദാഹരണത്തിന് ഈ ഒരു ലിസ്റ്റിലെ
രണ്ടാമത്തെ പൊസിഷനിലുള്ള കളറിൻ്റെ പേര് റിട്ടേൺ ചെയ്യാനായിട്ട് ചൂസ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ചൂസ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഇൻഡെക്സ് നമ്പർ. ഏത് പൊസിഷനിൽ നിന്നാണോ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത് ആ പൊസിഷനാണ് ഇൻഡെക്സ് നമ്പർ. ഇവിടെ രണ്ടാമത്തെ പൊസിഷനിലുള്ള കളറിൻ്റെ പേരാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. 2 എന്ന വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യാം, കോമ വാല്യൂ 1 എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. ലിസ്റ്റിലെ ഒന്നാമത്തെ ഐറ്റമാണ് വാല്യൂ 1. ഒന്നാമത്തെ ഐറ്റം സെലക്ട് ചെയ്യുക, കോമ വാല്യൂ 2 രണ്ടാമത്തെ ഐറ്റം സെലക്ട് ചെയ്യുക, കോമ വാല്യൂ 3 മൂന്നാമത്തെ ഐറ്റം, കോമ വാല്യൂ 4 നാലാമത്തെ ഐറ്റം, കോമ വാല്യൂ 5 അഞ്ചാമത്തെ ഐറ്റം സെലക്ട് ചെയ്യുക, കോമ വാല്യൂ 6 ആറാമത്തെ ഐറ്റം, കോമ വാല്യൂ 7 ഏഴാമത്തെ ഐറ്റം സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ ഈ ഒരു ലിസ്റ്റിലെ രണ്ടാമത്തെ പൊസിഷനുള്ള ഐറ്റം റിട്ടേൺ ചെയ്തു. ഇനി 2ൻ്റെ സ്ഥാനത്ത് 7 എന്ന വാല്യൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ലിസ്റ്റിലെ 7ാമത്തെ പൊസിഷനുള്ള വാല്യൂ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ഒന്നുകൂടെ 1 ലിസ്റ്റിലെ ഒന്നാമത്തെ പൊസിഷനുള്ള വാല്യൂ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. ഡേയ്സ് ഫംഗ്ഷൻ. 2 തീയതികൾക്കിടയിൽ എത്ര ദിവസത്തിൻ്റെ വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്താനാണ് ഡേയ്സ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഡേയ്സ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. ഫംഗ്ഷനുള്ളിൽ എൻഡ് ഡേറ്റ്, സ്റ്റാർട്ട് ഡേറ്റ് എന്നിങ്ങനെ 2 ആർഗ്യുമെൻറ്റുകൾ. ഇനി ഡേയ്സ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ 2 തീയതികൾ 29/6/2020, 1/1/2020 ഈ 2 തീയതികൾക്കിടയിൽ എത്ര ദിവസത്തിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് കണ്ടെത്താൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ഡേയ്സ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് എൻഡ് ഡേറ്റ്. 2 തീയതികളിലെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള തീയതി സെലക്ട് ചെയ്യുക, അതായത് ഏറ്റവും പുതിയ തീയതി സെലക്ട് ചെയ്യുക, 29/6/2020, കോമ ഫംഗ്ഷനുള്ളിലെ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ഡേറ്റ്. 2 തീയതികളിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള തീയതി, അതായത് ഏറ്റവും പഴയ തീയതി സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ 180 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. അതായത് ഈ 2 തീയതികൾക്കിടയിൽ 180 ദിവസങ്ങളുടെ വ്യത്യാസമുണ്ട്. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്താൽ താഴെയുള്ള സെല്ലുകളിലുള്ള തീയതികൾ തമ്മിലുള്ള വ്യത്യാസം ഈ കാണുന്ന സെല്ലുകളിലേക്ക് കിട്ടും. വിലുക്കപ്പ് ഫംഗ്ഷൻ. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നൊരു വാല്യൂ ഒരു ടേബിളിലെ ഒന്നാമത്തെ കോളത്തിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ വാല്യൂസ് അതിനടുത്ത കോളങ്ങളിൽ നിന്ന് റിട്ടേൺ ചെയ്യാനാണ് വിലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഈ കാണുന്ന XNC4 എന്ന ഈ ഒരു എംപ്ലോയി കോഡ് ഈ ടേബിളിലെ ഒന്നാമത്തെ കോളത്തിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ഈ എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയിം രണ്ടാമത്തെ കോളത്തിൽ നിന്നും ഈ ഒരു സെല്ലിലേക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ വിലുക്കപ്പ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ. ഏത് വാല്യൂവിനെയാണോ സെർച്ച് ചെയ്യേണ്ടത് ആ വാല്യൂ ആണ് ലുക്കപ്പ് വാല്യൂ. ഇവിടെ XNC4 എന്ന എംപ്ലോയി കോഡാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. XNC4 എന്ന എംപ്ലോയി കോഡ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ ടേബിൾ അറയുന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. XNC4 എന്ന വാല്യൂവിനെ ഏത് ടേബിളിലാണോ സെർച്ച് ചെയ്യേണ്ടത് ആ ടേബിളാണ് ടേബിൾ അറയുന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. ഈ ഒരു ടേബിൾ സെലക്ട് ചെയ്യുക, കോമ കോളം ഇൻഡെക്സ് നമ്പർ എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. XNC4 എന്ന വാല്യൂവിനെ ഈ ഒരു ടേബിളിൽ നിന്നും കണ്ടെത്തിയ ശേഷം ഈ ടേബിളിലെ എത്രാമത്തെ കോളത്തിൽ നിന്നാണോ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പറാണ് കോളം ഇൻഡെക്സ് നമ്പർ. ഇവിടെ XNC4 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടാമത്തെ കോളത്തിലുള്ള എംപ്ലോയി നെയിമാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. സോ 2 ആണ് ഇവിടുത്തെ കോളം ഇൻഡെക്സ് നമ്പർ. 2 എന്ന വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കോമ XNC4 എന്ന വാല്യൂവിനെ കണ്ടെത്തിയാൽ മാത്രം വാല്യൂ റിട്ടേൺ ചെയ്യാനായിട്ട് ഫോൾസ് എക്സാക്ട് മാച്ച് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ XNC4 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയിം രണ്ടാമത്തെ കോളത്തിൽ നിന്നും റിട്ടേൺ ചെയ്തു. ഇനി ഈ ഒരു എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി എന്നിവ ഈ കാണുന്ന സെല്ലുകളിലേക്ക് കിട്ടാൻ
ഈ ഒരു ഫോർമുല കോപ്പി ചെയ്യുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ കോളത്തിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടാനായിട്ട് 2 എന്ന കോളം ഇൻഡെക്സിന് പകരം 3 എന്ന കോളം ഇൻഡെക്സ് ഉപയോഗിക്കാം. 3 എൻ്റർ കീ പ്രസ് ചെയ്യാം. മൂന്നാമത്തെ കോളത്തിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടി. ഒന്നുകൂടെ ഫോർമുല പേസ്റ്റ് ചെയ്യുന്നു. നാലാമത്തെ കോളത്തിൽ നിന്നും ഗ്രോസ് സാലറി കിട്ടാനായിട്ട് കോളം ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് 4 എന്ന വാല്യൂ ഉപയോഗിക്കാം. എൻ്റർ കീ പ്രസ് ചെയ്യാം. നാലാമത്തെ കോളത്തിൽ നിന്നും ഗ്രോസ് സാലറി ഈ ഒരു സെല്ലിലേക്ക് നമുക്ക് കിട്ടി. ഇനി എംപ്ലോയി കോഡ് ചേഞ്ച് ചെയ്താൽ, ഉദാഹരണത്തിന് XNC 8 ആക്കുന്നു. അതിനനുസരിച്ച് ഫംഗ്ഷൻ അപ്ഡേറ്റ് ചെയ്യും. വീണ്ടും ഒന്നുകൂടെ XNC 1, വീണ്ടും ഫംഗ്ഷൻ അപ്ഡേറ്റ് ചെയ്തു. ഡേറ്റ് ഫംഗ്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന വർഷം, മാസം, ദിവസം എന്നിവ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു വാലിഡ് എക്സൽ ഡേറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഡേറ്റ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. ഫംഗ്ഷനുള്ളിൽ ഇയർ, മന്ത്, ഡേ എന്നിങ്ങനെ 3 ആർഗ്യുമെൻറ്റുകൾ. ഇനി ഡേറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ കാണുന്ന 3 വാല്യൂസ്, അതായത് വർഷത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന 2019, ഫെബ്രുവരി എന്ന മാസത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന 2, ദിവസത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന 1, ഈ 3 വാല്യൂസ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു വാലിഡ് എക്സൽ ഡേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ ഡേറ്റ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഇയർ. വർഷത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് മന്ത്. മാസത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഡേ. ദിവസത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ 3 വാല്യൂസ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഡേറ്റ് ഫംഗ്ഷൻ ഒരു വാലിഡ് എക്സൽ ഡേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ സെല്ലിൽ ലോങ് ഡേറ്റ് ഫോർമാറ്റ് അപ്ലൈ ചെയ്താൽ 1 February 2019. താഴെ കാണുന്ന വാല്യൂസ് കമ്പൈൻ ചെയ്തുകൊണ്ട് എക്സൽ ഡേറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. ലുക്കപ്പ് ഫംഗ്ഷൻ. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നൊരു വാല്യൂ ഒരു കോളത്തിൽ നിന്നും കണ്ടെത്തിയ ശേഷം ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മറ്റൊരു കോളത്തിൽ നിന്നും റിട്ടേൺ ചെയ്യാനാണ് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഇവിടെയുള്ള മെക്സിക്കോ എന്ന കൺട്രി നെയിം ഈ കോളത്തിൽ നിന്നും കണ്ടെത്തിയ ശേഷം മെക്സിക്കോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ISO കോഡ് രണ്ടാമത്തെ കോളത്തിൽ നിന്നും റിട്ടേൺ ചെയ്യാൻ ലുക്കപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ലുക്കപ്പ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ. ഏത് വാല്യൂവിനാണോ സെർച്ച് ചെയ്യേണ്ടത് ആ വാല്യൂ ആണ് ലുക്കപ്പ് വാല്യൂ. മെക്സിക്കോ എന്ന വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ. സോഴ്സ് ഡേറ്റയിൽ 2 കോളം മാത്രമേ ഉള്ളെങ്കിൽ 2 കോളവും ഒരുമിച്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ മെക്സിക്കോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ISO കോഡ് രണ്ടാമത്തെ കോളത്തിൽ നിന്നും റിട്ടേൺ ചെയ്തു. ഇനി ഇവിടെ മറ്റൊരു രാജ്യത്തിൻ്റെ പേര് ഉപയോഗിച്ചാൽ ഇറ്റലി. ഫംഗ്ഷൻ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. ഇനി 2ൽ കൂടുതൽ കോളങ്ങളുണ്ടെങ്കിൽ ലുക്കപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പെയിൻ എന്ന കൺട്രീനെ ആദ്യത്തെ കോളത്തിൽ നിന്നും കണ്ടെത്തിയ ശേഷം മൂന്നാമത്തെ കോളത്തിൽ നിന്നും സ്പെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രി കോഡ് റിട്ടേൺ ചെയ്യാനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ലുക്കപ്പ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ, സ്പെയിനാണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വെക്റ്റർ. സ്പെയിൻ എന്ന കൺട്രീനെയും ഏത് കോളത്തിലാണോ സെർച്ച് ചെയ്യേണ്ടത് ആ കോളമാണ് ലുക്കപ്പ് വെക്റ്റർ. ആദ്യത്തെ കോളം സെലക്ട് ചെയ്യുക, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് റിസൾട്ട് വെക്റ്റർ. സ്പെയിൻ എന്ന കൺട്രീനെയും ലുക്കപ്പ് വെക്റ്ററിൽ നിന്നും കണ്ടെത്തിയ ശേഷം ഏത് കോളത്തിൽ നിന്നാണോ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത് ആ കോളമാണ് റിസൾട്ട് വെക്റ്റർ. കൺട്രി കോഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന മൂന്നാമത്തെ കോളം സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ സ്പെയിൻ എന്ന കൺട്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രി കോഡ് റിട്ടേൺ ചെയ്തു. ഇനി ഇവിടെ മറ്റൊരു രാജ്യത്തിൻ്റെ പേര് ഉപയോഗിച്ചാൽ
ഫംഗ്ഷൻ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. മാച്ച് ഫംഗ്ഷൻ ഒന്നോ ഒന്നിലധികമോ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലിസ്റ്റിൽ നിന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂവിൻ്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യാനാണ് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുക. അതായത് നമ്മൾ നേരത്തെ കണ്ട ചൂസ് ഫംഗ്ഷൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് മാച്ച് ഫംഗ്ഷൻ്റെ പർപ്പസ്. ഇനി മാച്ച് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ കാണുന്ന ഹെക്സ എന്ന വാല്യൂ ഈ ഒരു ലിസ്റ്റിൽ സെർച്ച് ചെയ്ത ശേഷം ഹെക്സ എന്ന വാല്യൂ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ആ വാല്യൂവിൻ്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യാൻ മാച്ച് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ മാച്ച് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മാച്ച് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ. ഏത് വാല്യൂവിനെയാണോ സെർച്ച് ചെയ്യേണ്ടത് ആ വാല്യൂ ആണ് ലുക്കപ്പ് വാല്യൂ എന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ്. ഹെക്സ എന്ന വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ ലുക്കപ്പ് അറേ എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. ലുക്കപ്പ് വാല്യൂവിനെ ഏത് ലിസ്റ്റിലാണോ സെർച്ച് ചെയ്യേണ്ടത് ആ ലിസ്റ്റാണ് അല്ലെങ്കിൽ ആ അറേയാണ് ലുക്കപ്പ് അറേ എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. C9 തുടങ്ങി C18 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് മാച്ച് ടൈപ്പ്. ഹെക്സ എന്ന വാല്യൂ കണ്ടെത്തിയാൽ മാത്രം അതിൻ്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യാനായിട്ട് എക്സാക്ട് മാച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ 6 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. ഇവിടെ നോക്കിയാൽ 1, 2, 3, 4, 5 ഈ ലിസ്റ്റിൽ 6ാമതെയാണ് ഹെക്സ എന്ന വാക്ക് വരുന്നത്. ഇനി ഹെക്സ എന്ന വാക്കിന് പകരം ട്രൈ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ ആ വാക്കിൻ്റെ പൊസിഷനായ 3 എന്ന സംഖ്യയാവും റിട്ടേൺ ചെയ്യാം. ഒക്ട ഫൈൻഡ് ഫംഗ്ഷൻ ഒരു വാക്കിനുള്ളിൽ നിന്നും അല്ലെങ്കിൽ ഒരു വാചകത്തിനുള്ളിൽ നിന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരക്ഷരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ പൊസിഷൻ കണ്ടെത്താനാണ് ഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഈ കാണുന്നൊരു ആൽഫാന്യൂമറിക് കോഡിനുള്ളിൽ ജെ എന്ന അക്ഷരത്തിൻ്റെ പൊസിഷൻ കണ്ടെത്താനായിട്ട് ഫൈൻഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ഫൈൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഫൈൻഡ് ടെക്സ്റ്റ്. ഏത് അക്ഷരത്തിൻ്റെ ആണോ അല്ലെങ്കിൽ ഏത് വാക്കിൻ്റെ ആണോ പൊസിഷൻ കണ്ടെത്തേണ്ടത് ആ വാക്കാണ് അല്ലെങ്കിൽ ആ അക്ഷരമാണ് ഫൈൻഡ് ടെക്സ്റ്റ് എന്ന ആർഗ്യുമെൻറ്റ്. ഇവിടെ ജെ എന്ന അക്ഷരത്തിൻ്റെ പൊസിഷനാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ജെ എന്ന അക്ഷരം ഡബിൾ കോട്ട്സിനുള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കോമ വിത്തിൻ ടെക്സ്റ്റ് എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. ജെ എന്ന അക്ഷരത്തെ ഏത് വാക്കിനുള്ളിലാണോ അല്ലെങ്കിൽ ഏത് വാചകത്തിനുള്ളിലാണോ സെർച്ച് ചെയ്യേണ്ടത് ആ വാക്കാണ് അല്ലെങ്കിൽ ആ വാചകമാണ് വിത്തിൻ ടെക്സ്റ്റ് എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. ഇവിടെ ജെ എന്ന അക്ഷരത്തെ ഈ ഒരു ആൽഫാന്യൂമറിക് കോഡിനുള്ളിലാണ് സെർച്ച് ചെയ്യേണ്ടത്. സോ ഈ ഒരു ആൽഫാന്യൂമറിക് കോഡാണ് ഇവിടുത്തെ വിത്തിൻ ടെക്സ്റ്റ് എന്ന ആർഗ്യുമെൻറ്റ്. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ 4 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. ഇവിടെ നോക്കിയാൽ ഈ ഒരു ആൽഫാന്യൂമറിക് കോഡിൽ 4ാമത്തെ പൊസിഷനിലാണ് ജെ എന്ന അക്ഷരം വരുന്നത്. ഇനി ഈ ഫോമുലയിൽ ജെ എന്ന അക്ഷരത്തിന് പകരം 8 എന്ന സംഖ്യയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ 9 എന്ന സംഖ്യ റിട്ടേൺ ചെയ്യും. ഈ ആൽഫാന്യൂമറിക് കോഡിൽ 9ാമത്തെ പൊസിഷനിലാണ് 8 എന്ന സംഖ്യ വരുന്നത്. മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. ഈ കാണുന്നൊരു വാചകത്തിൽ എക്സൽ എന്ന വാക്കിൻ്റെ പൊസിഷൻ കണ്ടെത്താനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ഫൈൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫൈൻഡ് ടെക്സ്റ്റ് എന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ്. ഏത് അക്ഷരത്തെയാണോ അല്ലെങ്കിൽ ഏത് വാക്കിനെയാണോ കണ്ടെത്തേണ്ടത് ആ വാക്കാണ് അല്ലെങ്കിൽ ആ അക്ഷരമാണ് ഫൈൻഡ് ടെക്സ്റ്റ് എന്ന ആർഗ്യുമെൻറ്റ്. എക്സൽ എന്ന വാക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ വിത്തിൻ ടെക്സ്റ്റ് എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. എക്സൽ എന്ന വാക്കിനെ ഏത് വാചകത്തിനുള്ളിലാണോ സെർച്ച് ചെയ്യേണ്ടത് ആ വാചകമാണ് വിത്തിൻ ടെക്സ്റ്റ് എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. ഈ ഒരു വാചകം കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ 29 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. അതായത് ഈ വാചകത്തിലെ 29ാമത്തെ പൊസിഷനിലാണ് എക്സൽ എന്ന വാക്ക് വരുന്നത്. ഇനി എക്സൽ എന്ന വാക്കിന് പകരം ഡേറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡേറ്റ് ഫംഗ്ഷൻ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. ഒന്നുകൂടെ സെൽ ഇൻഡെക്സ് ഫംഗ്ഷൻ.
ഒരു ടേബിളിനുള്ളിൽ നിന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന കോളത്തിലെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന വരിയിലുള്ള വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് ഇൻഡെക്സ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇൻഡെക്സ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. ഫംഗ്ഷനുള്ളിൽ അറേ, റോ നമ്പർ, കോളം നമ്പർ എന്നിങ്ങനെ 3 ആർഗ്യുമെൻറ്റുകൾ. ഇനി ഇൻഡെക്സ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ കാണുന്നൊരു ടേബിളിനുള്ളിൽ നിന്നും 3ാമത്തെ വരിയിലെ 2ാമത്തെ കോളത്തിലുള്ള 90 എന്ന വാല്യൂ ഈ ഒരു സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ഈക്വൽ ഇൻഡെക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിലെ 1ാമത്തെ ആർഗ്യുമെൻറ്റ് അറേ, ഈ ഒരു എൻ്റയർ ടേബിൾ സെലക്ട് ചെയ്യുക, കോമ റോ നമ്പർ എന്ന 2ാമത്തെ ആർഗ്യുമെൻറ്റ്. എത്രാമത്തെ വരിയിൽ നിന്നാണോ നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത് ആ റോ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 3ാമത്തെ വരിയിൽ നിന്നാണ് നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത്. 3, കോമ കോളം നമ്പർ എന്ന 3ാമത്തെ ആർഗ്യുമെൻറ്റ്. ഈ ടേബിളിലെ എത്രാമത്തെ കോളത്തിൽ നിന്നാണോ നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ ഈ ടേബിളിലെ 3ാമത്തെ വരിയിലെ 2ാമത്തെ കോളത്തിൽ നിന്നും 90 എന്ന വാല്യൂ ഈ സെല്ലിലേക്ക് റിട്ടേൺ ചെയ്തു. ഇവിടെ ഫംഗ്ഷനുള്ളിൽ ഡയറക്റ്റ് വാല്യൂസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിഷ്യൽ റെഫറൻസുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഈ ടേബിളിലെ 4ാമത്തെ വരിയിൽ നിന്നും 3ാമത്തെ കോളത്തിലുള്ള വാല്യൂ ഈ സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ ഇൻഡെക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അറേ എന്ന 1ാമത്തെ ആർഗ്യുമെൻറ്റ്, എൻ്റെ ടേബിൾ സെലക്ട് ചെയ്യുക, കോമ റോ നമ്പർ എന്ന 2ാമത്തെ ആർഗ്യുമെൻറ്റ്. ഏത് വരിയിൽ നിന്നാണോ നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത് ആ റോ നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ കോളം നമ്പർ എന്ന 3ാമത്തെ ആർഗ്യുമെൻറ്റ്. ഏത് കോളത്തിൽ നിന്നാണോ നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത് ആ കോളം നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ ടേബിളിലെ 4ാമത്തെ വരിയിലുള്ള 3ാമത്തെ കോളത്തിലെ വാല്യൂ ഫംഗ്ഷൻ ഈ ഒരു സെല്ലിലേക്ക് റിട്ടേൺ ചെയ്തു. ഇനി 1ാമത്തെ കോളത്തിലെ 5ാമത്തെ വരിയിലുള്ള വാല്യൂ ഈ സെല്ലിലേക്ക് കിട്ടണമെങ്കിൽ റോ നമ്പറിൻ്റെ സ്ഥാനത്ത് 5, കോളം നമ്പറിൻ്റെ സ്ഥാനത്ത് 1. ഇവിടെ നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോയ ഫംഗ്ഷനുകളെല്ലാം തന്നെ ഒന്നിലധികം ഉദാഹരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കുന്ന വീഡിയോസ് ഈ ചാനൽ അവൈലബിൾ ആണ്. സോ ഓരോ ഫംഗ്ഷനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആ വീഡിയോ കാണുക. ഈ വീഡിയോ പ്രയോജനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ റിലീസിൻ്റെ അതേ സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.